മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. മൂന്നാർ നയമക്കാട് എസ്റ്റേറ്റ് വഴിയിലൂടെ സിമന്റ് കയറ്റി വന്ന ലോറി പടയപ്പ എന്ന കാട്ടാന തടഞ്ഞു. ഇന്ന് രാവിലെ 8:30 മണിയോടെയായിരുന്നു സംഭവം. ഈ കാട്ടാന എസ്റ്റേറ്റ് മേഖലയിൽ ഇപ്പോഴും തുടരുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. പടയപ്പ ഇപ്പോഴും ആ ഭാഗത്ത് തുടരുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. പടയപ്പ ഇപ്പോഴും ഈ നയമക്കാട് എസ്റ്റേറ്റ് മേഖലയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല പടയപ്പയ്ക്ക് എന്ത് ലോറി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്നത്. കാരണം ഇന്ന് രാവിലെ 8:30 കൂടിയാണ് വലിയൊരു ലോറി ഈ നയമക്കാട് എസ്റ്റേറ്റ് റോഡിലൂടെ വരുമ്പോൾ പടയപ്പ തടഞ്ഞത്. സിമന്റ് കയറ്റി തമിഴ്നാട്ടിൽ നിന്ന് വന്ന ലോറിയാണ്. 1 മണിക്കൂറോളം പടയപ്പ ഈ ലോറിക്ക് മുന്നിൽ അതേപടി നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നാട്ടുകാർ അതുവഴി എത്തിയൊരു ജീപ്പിൽ എത്തിയ തൊഴിലാളികളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അവർ ആനയോട് കയറി പോകാനൊക്കെ പറയുന്നുണ്ട്. ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ രീതിയിലേക്ക് ആന പോവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും 1 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. അതിനുശേഷം ആന സ്വമേധയാ മാറി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ തോട്ടം മേഖലയിൽ ഇപ്പോഴും പടയപ്പ തുടരുന്നുണ്ട് എന്നുള്ളത് ഒരാശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയായി തുടരുന്നു. ഓക്കെ, രാഹുൽ വിജയനാണ്. എന്തായാലും ഗതാഗതം മാറി പടയപ്പ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ അതേ പ്രദേശത്ത് തന്നെ കാട്ടാന ഈ പടയപ്പ തുടരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.